പിന്നെ ഈ കരച്ചിലും വിളിയും എന്നൊക്കെ പറയുന്നത് ഇവനൊക്കെ ഇത് ചെയ്യുമ്പോൾ ആലോചിക്കണ്ടേ? ഇത് ഈ പണി നടത്തുന്നതിന് മുമ്പ് ചിന്തിക്കണ്ടേ? അതൊന്നും ചിന്തിക്കാതെ ഇരുന്നിട്ട് ഇപ്പൊ കിടന്ന് കരഞ്ഞോണ്ട് വല്ല കാര്യമുണ്ടോ? ആ കൊച്ചെന്ന് മാത്രം കരഞ്ഞാണ്, അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടേ? അപ്പൊ ഞാൻ പണ്ട് ആലോചിച്ചോണ്ടിരുന്നത് അതാണ്. ഈ വിക്ടിം കരയുന്നത് ആണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. അത് കഴിഞ്ഞല്ലേ അവന്മാരെ കരച്ചിൽ കാണേണ്ടതായിട്ടുള്ളൂ. ആരെങ്കിലും ഒരുത്തം ചെയ്താൽ മതി. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈക്വൽ പണിഷ്മെന്റ് ആണ് എല്ലാവർക്കും. അതുകൊണ്ട് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഒരുത്തൻ ഇത്ര, മറ്റവൻ ഇത്രയേ ചെയ്തോളൂ, അതുകൊണ്ട് ഇന്നത് എന്ന് പറയുന്നത് ശരിയല്ല. പരമാവധി ശിക്ഷയായിരിക്കും സാധാരണ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കേസില്. കാരണം ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, അതിൽ പറഞ്ഞത് നോട്ട് ലെസ് ദാൻ 20 years or it may extend to imprisonment for life. അതായത് 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ. 20 വർഷം കൊടുക്കാൻ ഒക്കത്തില്ല. 20 വർഷം അതിന് താഴെ കൊടുക്കാനേ പറ്റത്തില്ല. 20 വർഷത്തിന് മേലോട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം. അത് പിന്നെ ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കരുത്. അതുകൊണ്ടാണ് ഞാനിത് ഒന്നും ഇതുവരെ പറയുന്നത്. എന്നാലും ഇപ്പൊ ഏതായാലും പുറത്തു വരുമല്ലോ. ഒന്ന് പതുക്കെ നിക്ക്. ഈ പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ? നമുക്ക് പയ്യെ പയ്യെ അത് തുടങ്ങാം. ഇത് ഇന്നത്തെ ശിക്ഷ A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120B-ക്കും 376D-ക്കും 366-ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 366D-യെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്തെ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. അഡ്വക്കേറ്റ് രാജകുമാർ സംസാരിക്കുന്നത് എക്സാക്ട്ലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. പ്രോസിക്യൂഷൻ അതിലുള്ളത് കനത്ത നിരാശയാണ്. അത് പറയുന്നത് അതിൽ കോടതി പറയുന്ന ഏറ്റവും മിനിമം ശിക്ഷ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് സമൂഹത്തിൽ ശിക്ഷിച്ചത് തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ 8ാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു അഭിഭാഷകനാണ്. ഏതിലെ ശിക്ഷയിൽ നിരാശനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്.